എന്താണമ്മേ? ഞാൻ ഇന്നുണ്ടാക്കുന്നത് ആവോലി കൊണ്ടൊരു പൊള്ളിച്ചതാണ്. ഓക്കെ, ആവോലി പൊള്ളിച്ചത്. ഓക്കെ. അതിന് ആദ്യമേ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ മസാല ചേർത്ത്, മസാല എന്ന് പറഞ്ഞാൽ ഉപ്പും മഞ്ഞൾ കുരുമുളക് അങ്ങനെയുള്ള സാധനം എല്ലാം കൂടെ ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത് പിന്നെ ഇതാണോ ഷാലോ ഫ്രൈ ചെയ്തെടുത്തത്? അതെ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസാലയ്ക്കുള്ള സാധനങ്ങൾ സവോള, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളിക്ക, അതെല്ലാം കൂടെ വഴറ്റി നന്നായിട്ട് വഴറ്റണം. വഴറ്റി വെന്ത് കഴിയുമ്പം ശകലം പെരുംജീരകം, സ്വല്പം പെരുംജീരകം, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഓക്കെ. വഴറ്റി ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു പരുവാകണം. ഇച്ചിരി അയഞ്ഞിരിക്കുന്ന പരുവത്തിലെടുത്തിട്ട് ശകലം തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരിച്ചിരി അതൊന്ന് ഇതുപോലെ ലൂസാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ മതി കേട്ടോ. എന്നിട്ട് ശകലം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അത് ഒന്ന് ഇച്ചിരി നേരം വെച്ച് കഴിയുമ്പം ഇത് ഈ പരുവത്തിലാവും. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു വാഴയില വാട്ടിയിട്ട് അതിൻ്റെ അകത്ത് അടിയിൽ ഈ തക്കാളി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അരപ്പെല്ലാം കൂടെ ഇടുക. എന്നിട്ട് പിന്നെ മീൻ വെക്കും. പിന്നെ അതിൻ്റെ പൊക്കത്തിൽ വീണ്ടും ഫിഷ് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിൽ തക്കാളിക്ക, പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണേലും ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടത്തിന്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ചേർത്താൽ നല്ലതാണ്. ഞാൻ ഇതിലെല്ലാം ഓൾറെഡി ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കരിയാപ്പില മുകളിൽ വെക്കുന്നില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ വെച്ച് പൊതിഞ്ഞ് ഇപ്പം കാലം നൂല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ പിടിച്ച് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട്, ഇത് ഓൾറെഡി എല്ലാം വെന്തിരിക്കുന്നതല്ലേ, അത് കാരണം സമയം വേണ്ട. ഓവനിലെ സാധനങ്ങൾ മീൻ ഓവനിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഓവനിലകത്തുള്ള സാധനം നമുക്ക് പുറത്തെടുക്കാം. ഞങ്ങൾക്ക് പെട്ടെന്ന് പപ്സ് പക്ഷെ മേടിച്ച പേസ്ട്രി ഷീറ്റ് മാറിപ്പോയി. നമ്മൾ മേടിച്ച സ്പ്രിംഗ് റോളിന്റെ ഇതായിപ്പോയി. സാരമില്ല, വേണ്ട, ഇത് രസമില്ലല്ലോ. ഇത് തിരിച്ചു വെക്കാം. പ്ലീസ് ഇതാവൂ ഒന്ന് പിടിച്ചു. പിന്നെ കുറച്ചുകൂടെ ഉണ്ടല്ലേ, കുറച്ചുകൂടെ ലുക്ക് ഉണ്ടല്ലേ തിരിച്ചിടുമ്പോ. തമിഴകം വാഴ എത്ര മിനിറ്റ് ആയിരിക്കും? നമുക്കൊരു 150 പോരെ? അധികം വേണ്ട, കാരണം ഒരു അരമണിക്കൂർ വെച്ചാൽ വെക്കാം. ഓൾറെഡി വെന്തതല്ലേ. ഒരു 20 മിനിറ്റ് ആണല്ലോ മതി. പപ്സ് കയറ്റാൻ പോകണോ? 2 പപ്സ് കഴിക്കുള്ളൂ. മീൻ പൊള്ളിച്ചത് കഴിക്കാനുള്ളല്ലോ. വയറിടണ്ടേടാ. അതെ, 4 പറഞ്ഞിട്ട് നിങ്ങൾ എത്ര എണ്ണം തിന്നു? ലൂക്കാച്ചൻ എത്ര എണ്ണം തിന്നു? മിന്നു അത്ര താമസിച്ചില്ല എനിക്കിപ്പോ കഴിക്കാൻ. പിന്നെ എനിക്ക് പൊറോട്ട തിന്നാൻ തോന്നുന്നില്ല. ഫോണിന് എന്നാ വേണ്ടേ? നിന്റെ ഒരു അപ്പൊ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞോ?
റെഡിയായി കഴിഞ്ഞു. കഴിഞ്ഞില്ല. നമുക്ക് എടുത്താലോ? ക്ലോസ് എടുക്കട്ടെ. സ്വാദിഷ്ടമായ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് ഫിഷ് പൊള്ളിച്ചത്തു. അയ്യോ അതെ 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 അതെ. പോയി. ഫുഡ് കഴിച്ചില്ല, നശിപ്പിച്ച് പട്ടച്ചാരായം കൊണ്ടുവച്ച് കൊട്ടാരം നശിപ്പിച്ച്. തുറക്കട്ടെ. അതിന്റെ ടേസ്റ്റ് ചെയ്തിട്ട് എത്ര മോശമാണല്ലോ നല്ലതാണെന്ന് പറഞ്ഞുതരാം. അതെ അതെ അതെ. നല്ല വാഴയിലയുടെ മണം. നല്ല വാഴയിലയുടെ മണം ആണോ? അല്ല, നല്ല നല്ല വാഴയില. എന്താ കട്ടിച്ചെടുത്താലും കത്രികയുടെ പെട്ടെന്ന് മീനൊക്കെ അങ്ങ് അഗാധങ്ങളിൽ കിടക്കുമല്ലോ. അരപ്പും വെള്ളം. മസാല പൊള്ളിച്ചത്. ആ റിയാക്ഷൻ ഒന്നും കിട്ടിയില്ലല്ലോ. മീനൊന്നും കഴിക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നല്ലേ? മീൻ കിട്ടിയില്ല. മീനും ആ മസാലയും കൂടെ. ഒറിജിനൽ തന്നെ. നല്ലപോലെ നല്ല പൂ പോലെ ഇരിക്കുന്നത്. ആണോ? നല്ലതാ. ഇത് മീനല്ലേ? ഞാനിങ്ങനെ കേട്ടി നോക്കാം. ഇത് പൂമീനല്ലേ? ഇത് ആവോലിയാ. അല്ല, പൂ പോലെ ഇരിക്കുന്നു. നല്ലപോലെ ഇതായി. ഇനി വരോ. കം ഓൺ എവരിബഡി, അറ്റാക്ക് അറ്റാക്ക്. അപ്പോൾ ഇതാണ് 7 പേര് കൂടി ആക്രമിച്ച് തീർത്ത നമ്മുടെ ആവോലി മീൻ പൊള്ളിച്ചതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.